സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം 4-ാമത്തെ ദശകത്തിലെ 3-4 ശ്ലോകങ്ങളാണ് ഇന്ന് സ്മരിക്കേണ്ടത്. താമമന്ദനനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാഗതാപഹൃത്യാസ്മഹേ ഭവതു പാസതോന്മുഖ. മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ ഗുരുവായൂരപ്പനോട് പറയുകയാണ് ചെയ്യുന്നത്. ഓങ്കാരത്തെ ധ്യാനിച്ച് അവിടുന്ന് പ്രണവസ്വരൂപിയാണല്ലോ. അപ്പോൾ ആ ഒരു സങ്കല്പത്തിൽ ഓങ്കാരത്തെ ധ്യാനിച്ചുകൊണ്ട് ആ ശ്വാസകോശത്തെ പോലും അല്ലെങ്കിൽ ശ്വാസവായുവിനെ പോലും നിയന്ത്രിച്ചുകൊണ്ട് കാമക്രോധാദി വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ബുദ്ധിയെ പിന്തിരിപ്പിച്ചുകൊണ്ട് ആ ഇന്ദ്രിയ നിഗ്രഹം വരുത്തിക്കൊണ്ട് ഇന്ദ്രിയങ്ങളെ സ്വാധീനത്തിലാക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങളിൽ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ അവിടുത്തെ ഉപാസിച്ചു കൊള്ളാം എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പ്രാണായാമം, പ്രത്യാഹാരം തുടങ്ങിയ യോഗാനുഷ്ഠാന മാർഗങ്ങളിൽ കൂടി മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ ഏതു വിധത്തിലാണ് ഉപാസിക്കണത് എന്നിവിടെ ഇങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പം അങ്ങനെ ഓരോ ശ്ലോകത്തിലും നേരത്തെ പറഞ്ഞ പോലെ യോഗാനുഷ്ഠാന സിദ്ധികളെ കൊണ്ട് ഇവിടെ ഗുരുവായൂരപ്പനെ മേൽപ്പത്തൂര് ഉപാസിക്കാൻ ആരംഭിക്കണം. അങ്ങനെ ഈ ശ്ലോകത്തിൽ പ്രാണായാമം, പ്രത്യാഹാരം തുടങ്ങിയിട്ടുള്ള യോഗാനുഷ്ഠാനങ്ങളെ കൊണ്ട് മേൽപ്പത്തൂര് ഗുരുവായൂരപ്പനെ ഉപാസിക്കാൻ തുടങ്ങണം. ഇനി അടുത്ത ശ്ലോകത്തിൽ ഗുരുവായൂരപ്പനോട് അവിടുത്തെ സ്പഷ്ടമല്ലാത്ത വിഗ്രഹത്തെ എങ്ങനെയാണ് ധ്യാനയോഗത്തിൽ കൂടി ഉപാസിക്കുന്നത് എന്ന് വിവരിക്കുകയാണ് ചെയ്യുന്നത്. അസ്ഫുടേവ പുഷിതേ പ്രയത്നതോ ധാരയേമധിഷണാം മുഹുർമുഹു തേന ഭക്തിരസമന്മാർദ്രതാമുദ്വഹേമ ഭവതംഗ്രിചിന്തക. ഗുരുവായൂരപ്പ, സ്പഷ്ടമല്ലാത്ത അവിടുത്തെ ആ വപുസിങ്കില് വിഗ്രഹത്തിങ്കില് നിർഗുണസ്വരൂപിയാണ് ഭഗവാൻ എന്ന് പല ഗുരു പറഞ്ഞിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒട്ടും സാധാരണക്കാർക്ക് അവിടുത്തെ തത്വം മനസ്സിലാക്കാൻ സാധിക്കണില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഒട്ടും സ്പഷ്ടമല്ലാത്ത അവിടുത്തെ വിഗ്രഹത്തിങ്കില് വപുസിങ്കില് മനസ്സ് ഉറപ്പിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ ബുദ്ധി ഉറപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പ അവിടുത്തെ ആ തൃപ്പാദങ്ങളെ ചിന്തിച്ചുകൊണ്ട് ആ ഭക്തിയോടുകൂടി ഉപാസിച്ചുകൊണ്ട്, ഭക്തി യോഗത്തിൽ കൂടി ഉപാസിച്ചുകൊണ്ട് ആ ഭക്തി ആനന്ദ നിർവൃതിയോടുകൂടി അല്ലെങ്കിൽ ഭക്തി ആനന്ദത്തോടുകൂടി അങ്ങനെ ആ ഹൃദയത്തിൽ എന്തെന്നില്ലാത്ത ആ ആർദ്രഭാവം വരുത്തിക്കൊണ്ട് ഗുരുവായൂരപ്പ അവിടുത്തെ അടിയൻ ഉപാസിച്ചു കൊള്ളാം, അതിനുള്ള ആരോഗ്യം അവിടുന്ന് നൽകണേ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ ധാരണ എന്ന ആ യോഗസിദ്ധിയെ കൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ ഗുരുവായൂരപ്പനെ ഉപാസിക്കണത് എന്ന് മേൽപ്പത്തൂര് ഈ ശ്ലോകത്തിൽ കൂടി പ്രതിപാദിച്ചിരിക്കുന്നു. ഇനിയും ഈ അഷ്ടാംഗസിദ്ധി യോഗാനുഷ്ഠാനം കൊണ്ട് എങ്ങനെയാണ് ഭഗവാനെ ഗുരുവായൂരപ്പനെ ഉപാസിക്കണത് എന്നിനി അടുത്ത ശ്ലോകങ്ങളിലും ക്രമത്തിലായിട്ട് ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ സ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.